നാളെ 2020 പ്രിലിംസ് എക്സാമിനേഷൻ നടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വിജയാശംസകൾ. ഒപ്പം കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ടും പാലിക്കണം എന്ന് കൂടി പറയുന്നു. 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, നിങ്ങളുടെ എക്സാം ഹാളിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ അപ്രോച്ച് ക്വസ്റ്റ്യനുമായിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസിൻ്റെ ഭാഗത്തിൽ. രണ്ടാമത്തെ കുറച്ച് എലിമിനേഷൻ ട്രിക്സ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഭാഗത്തിലോട്ട് പോകാം. എക്സാം ഹാളിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ്റെ സൈഡിൽ വരുമ്പോൾ 100 ക്വസ്റ്റ്യനാണ് 120 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യന് മാക്സിമം നമുക്ക് കളയാൻ പറ്റുന്നൊരു സമയം 1 മിനിറ്റ് 20 സെക്കൻഡാണ് 100 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു മുൻധാരണയൊന്നും ഇല്ലാതെ തന്നെ പോകണം. ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് കുറവാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ടഫ്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ട്രാറ്റജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി കൂടുതൽ പേര് വരുത്തുന്നൊരു മിസ്റ്റേക്ക്, ആൻസർ ശരിയാണെങ്കിലും OMR മാർക്ക് ചെയ്യുന്നത് തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ചെയ്യുന്നത് ഒരു 3 ഭാഗങ്ങളായിട്ട് തിരിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 45 മിനിറ്റുള്ള 2 സെക്ഷനും 30 മിനിറ്റിൻ്റെ ഒരു ലാസ്റ്റ് സെക്ഷനും. ഫസ്റ്റ് 45 മിനിറ്റ്സ്, ദെൻ ഒരു 45 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ്സ്. അങ്ങനൊരു സമയം ഒന്ന് ക്രമീകരിക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് മാറ്റാം. കാര്യം കൃത്യമായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്വഭാവത്തെ 3 ആയിട്ട് തിരിക്കാൻ പറ്റും. അതായത് കൃത്യമായി നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് ഭാഗികമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് 2 ഓപ്ഷൻ മാത്രം ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സെഷൻ, നിങ്ങൾക്ക് ഒട്ടുമേ അറിയാത്ത ടോപ്പിക്കുകളുള്ള ഒരു സെഷൻ. അങ്ങനെ 3 ആയിട്ട് നമുക്ക് തിരിക്കാം. ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ ഒരു സെക്ഷനിൽ 45 മിനിറ്റ്സ് ചെയ്യുമ്പോൾ 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗമായിട്ട് അറിയാവുന്ന ഒരു റൗണ്ടോ എന്തെങ്കിലും മാർക്ക് ചെയ്യുക. പിന്നെ ഒട്ടുമേ അറിയാത്തതിന് വല്ല ഒരു #ടാഗോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് മാറ്റുക. കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്പോൾ തന്നെ OMR മാർക്ക് ചെയ്യുക. പിന്നീട് മാർക്ക് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോയിട്ട് നിങ്ങളുടെ മാർക്ക് റിസ്കിൽ കൊണ്ടുപോകണ്ട. കാര്യം നിങ്ങൾക്ക് ശരി ഉത്തരം എഴുതുമ്പോൾ 2 മാർക്കാണ് പോക്കറ്റിൽ വീഴുന്നത്. അതുപോലെ തെറ്റ് ഉത്തരം അത് ഒന്ന് റോങ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതൊന്ന് 0.66 കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് വരാണ്ടിരിക്കാനായിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന അപ്പോൾ OMR മാർക്ക് ചെയ്യുക. എല്ലാം കൂടെ അവസാനം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കറക്റ്റ് ആവണമെന്നില്ല. ഇതൊരു മൈൻഡ് ഗെയിം കൂടിയാണ്. വളരെ കാമായിട്ടിരുന്ന് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം. സോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും UPSC എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. 2 തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വെട്ടിക്കളഞ്ഞ് എലിമിനേറ്റ് ചെയ്ത് ശരിയായ ആൻസറിലോട്ട് എത്താം. രണ്ടാമത്തെ രീതിയായിരിക്കും UPSCക്ക് പ്രിലിംസിന് പ്രത്യേകിച്ച് ആൻസർ ചെയ്യുമ്പോൾ ഏറ്റവും ശരിയായൊരു രീതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എനിവേ, ഇനി രണ്ടാമത്തെ ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ ഭാഗികമായി അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സെഷനിൽ ഒരു ഒരു 40ഓളം ക്വസ്റ്റ്യൻസൊക്കെ അല്ലെങ്കിൽ ഒരു 30ഓളം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് അതിൽ വരും. അതിലൊരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലൊരു 60+ ക്വസ്റ്റ്യൻസ് ഏകദേശം റൈറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇനി മൂന്നാമത്തൊരു സെക്ഷനിൽ വരുമ്പോൾ കംപ്ലീറ്റ് അൺനോൺ ആയിട്ടുള്ളൊരു ഏരിയ എന്നായിരിക്കും. സോ അവിടെ കുറച്ച് ഇൻ്റലിജൻസ് ടെക്നിക്ക് ഉപയോഗിക്കുക, വൈൽഡ് ഗസ് ഉപയോഗിക്കുക. പക്ഷേ ഡോണ്ട് റിസ്ക് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാം ഹാളിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിലാണ് 3 ആയിട്ട് ടൈം ഡിവൈഡ് ചെയ്ത് 3 തവണയെങ്കിലും ഇത് റിവൈസ് ചെയ്യുക. ഉറപ്പാണെന്ന് തോന്നുന്നത് മാത്രമേ OMR മാർക്ക് ചെയ്യാവൂ. രണ്ടാമത് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ബി ഷുവർ അബൌട്ട് ദാറ്റ്. അതുപോലെ ബ്ലാക്ക് ഇങ്കാണ് യൂസ് ചെയ്യേണ്ടത്. സോ അത് സൂക്ഷിക്കുക. ഒപ്പം ID കാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ വേണം. ലാസ്റ്റ് മിനിറ്റ് റഷ് വേണ്ട. ഇന്ന് തന്നെ അതൊക്കെ കരുതിക്കോളൂ. ദെൻ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എലിമിനേഷൻ സൈഡിലാണ്. എലിമിനേഷൻ സൈഡിൽ ഈ പറയാൻ പോകുന്നൊരു 6 ട്രിക്ക് പറയുന്നുണ്ട്. സോ ജനറലി ഇറ്റ്സ് വർക്ക് ഫോർ അസ്. ബ്ലൈൻഡായിട്ട് ഇത് എടുത്ത് യൂസ് ചെയ്യരുത്. ഈ റൂൾ കാണാൻ പിടിച്ച് യൂസ് ചെയ്യരുത്. ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് കൺവീനിയൻ്റ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അഡാപ്റ്റ് ചെയ്യുക. ഇത് കാരണം ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും എടുക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു എലിമിനേഷൻ ട്രിക്ക് പറയാം. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ് വിത്ത് സം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് റൈറ്റ് ആയിരിക്കും. കാര്യം ചില ജീവികൾ ഈ സ്വഭാവത്തിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഏരിയാസിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംതിങ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ ഈ ഒരു പ്രത്യേക ജീവി കാണപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് ശരിയാവാനാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് സാധ്യത. ഇനി ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു നമ്പർ പറയുകയാണ്.
എക്സാമ്പിൾ ഒരു മിസൈൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പെർട്ടിക്കുലർ നമ്പർ ഒരു ആക്യുറേറ്റ് കിലോമീറ്ററിലാണ് ചെന്ന് പതിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അതുപോലെ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഒക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള വ്യത്യാസം ഇത്ര കിലോമീറ്റർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതായത് ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കുന്ന നമ്പേഴ്സ് മിക്കവാറും തെറ്റാവാനാണ് സാധ്യത. അപ്പോൾ എഗെയിൻ അനലൈസ് ചെയ്യുക, പഴയ ക്വസ്റ്റ്യൻസായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. വളരെയധികം കോംപ്ലിക്കേറ്റോട് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമയം തെറ്റിപ്പോകാനാണ് സാധ്യത. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആകാനാണ് സാധ്യത കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. ഇനി ചില സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്ട്രീം വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓൾവേസ്, ഡ്രാസ്റ്റിക്കലി എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യാറുണ്ട്. നെവർ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കൂടുതൽ സമയം തെറ്റാകാനാണ് സാധ്യത. എഗെയിൻ അപ്ലൈ വിത്ത് ഓൾ ദി ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസൈഡ് വെദർ യു ആർ ഗോയിങ് ഫോർ ദിസ് ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത, അങ്ങനെ അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ സമയം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാകാനാണ് സാധ്യത. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിക്കുമ്പോൾ ഭാഗികമായി അത് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ഇൻ്റലിജൻറ്റ് ഗസ് നടത്താനായിട്ട് ഇവിടെ സാധിക്കും. പിന്നെ അവസാനമായിട്ട് 6ാമത്തെ ഒരു ട്രിക്ക് കൂടി പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ സംഭവം അതൊരു ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോകാനാണ് സാധ്യത. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ ക്രോപ്പ് ഈസ് എഗനിസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ക്രോപ്പ്, അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിക്കപ്പോഴും തെറ്റാകാനാണ് സാധ്യത. പക്ഷേ ഇതും ഓൾഡ് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പ്രായോഗികത്തിൽ വരുത്തുക. ആദ്യം വിചാരിച്ചത് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചതിന് ശേഷം അതിൽ ഈ എലിമിനേഷൻ ടെക്നിക്സ് കാണിച്ചു തരാമെന്നാണ്. പക്ഷേ അത് തെറ്റായിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അത് ചെയ്യാത്തത്. ഈ ഒരു ട്രിക്സൊക്കെ ഇത് മാത്രമല്ല, ഒത്തിരി ഉണ്ട് ഇതുപോലെ എലിമിനേഷൻ ട്രിക്സ്. MCQ ട്രിക്സ് എന്ന് ഇൻ്റലിജൻറ്റ് ഗസ് എന്നോ എലിമിനേഷൻ ട്രിക്സ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും നെറ്റിൽ. പക്ഷേ അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനും ശേഷം മാത്രം പ്രായോഗികമായി വരുത്തുക. ചിലർക്കത് സ്വയമേ കിട്ടുന്നൊരു കഴിവാണ്. എന്തായാലും അക്വയർ ചെയ്ത നോളജ് ആയാലും എങ്ങനെയായാലും നല്ലൊരു പ്രാക്ടീസോടുകൂടി മാത്രം ഇതൊക്കെ നോക്കി കാണുക. എക്സാം ഹാള് എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ മൈൻഡ് ഗെയിം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വളരെയധികം ഷാർപ്പായിരിക്കണം, കാമായിരിക്കേണ്ട ഒരു സമയമാണ്. അത്രയും ഷാർപ്പായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉള്ള ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ UPSCയിൽ കുറച്ച് ട്രിക്കൊക്കെ വരും. ലൈക്ക് ഇൻകറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കും, നമ്മൾ ബ്ലൈൻഡായിട്ട് ആൾ ഓഫ് ദ ബോർഡ് എടുക്കും, പക്ഷേ നന്നായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് വളരെയധികം സൂക്ഷ്മതയോടുകൂടി വളരെ കാമായിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് ചെയ്യണം. എന്തായാലും 1 വർഷം നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. സോ യു മേ ബി നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഓൾ തിങ്സ്, ദാറ്റ്സ് ഫൈൻ. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന അറ്റംപ്റ്റ് വളരെയധികം കാമായിട്ട് ഒരു നല്ലൊരു മെൻ്റൽ സ്റ്റേറ്റിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാക്സിമം നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ നേടുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.